ട്രാവൽ ഹിസ്റ്ററിയുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കൊടും വനത്താൽ ചുറ്റപ്പെട്ട് കിടന്ന മൂന്നാർ എന്ന ഭൂമികയിൽ തേയിലമണം നിറഞ്ഞത് എപ്പോഴെന്ന് നിങ്ങൾക്കറിയാമോ? അറിയണം ആ മൂന്നാറിന്റെ ചരിത്രം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതുവാൻ സമുദായത്തിന്റെ മാത്രം മണ്ണായിരുന്നു മൂന്നാർ. കൊടും വനത്താൽ ചുറ്റപ്പെട്ട് കിടന്നിരുന്ന മൂന്നാറിൽ പിന്നെ പലരും മലകയറിയെത്തി, കാട് വെട്ടിപ്പിടിച്ചു. എന്നോ മൂന്നാറിൽ തേയില മണം നിറഞ്ഞു. ബഹുലമാണ് ആ ചരിത്രം. മല കയറിയെത്തിയ പൂഞ്ഞാർ രാജവംശം 1252 മൂന്നാർ തങ്ങളുടെ അധീനതയിലാക്കി. നൂറ്റാണ്ടുകളോളം അവരുടെ ഭരണം തുടർന്നു. ടിപ്പുവിന്റെ തിരുവിതാംകൂർ പടയോട്ടക്കാലത്താണ് ബ്രിട്ടീഷുകാർ ഈ മണ്ണിൽ കാലുകുതുന്നത്. മധുരയിൽ നിന്ന് ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ച കേണൽ ആർത്തർ വെല്ലസ്ലി 1790 കമ്പമട്ട് വഴി മൂന്നാറിലേക്ക് മല കയറി. ടിപ്പുവിനെ നേരിടാനായിരുന്നു ആ യാത്ര. യുദ്ധശേഷം ടിപ്പു മടങ്ങിയെങ്കിലും സായിപ്പ് മടങ്ങിയില്ല. പൂഞ്ഞാർ രാജാവിൽ നിന്ന് പാട്ടത്തിനെടുത്ത മൂന്നാറിലെ കണ്ണൻ ദേവൻ മലനിരകൾ ബ്രിട്ടീഷ് സൈന്യം സ്വന്തമാക്കി. 1880 A.H. ഷാർപ്പ് എന്ന വെള്ളക്കാരനാണ് മൂന്നാറിൽ ആദ്യമായി തേയിലച്ചെടി നടന്നത്. തമിഴ്നാട്ടിൽ നിന്ന് തൊഴിലാളികളെ സായിപ്പുമാർ ഇവിടേക്ക് റിക്രൂട്ട് ചെയ്തു. ആവശ്യത്തിന് തൊഴിലാളികൾ എത്തിയതോടെ മൂന്നാർ പട്ടണം സായിപ്പ് പണിതുയർത്തി. തൊഴിലാളികൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനുള്ള സ്ഥാപനങ്ങളും മറ്റ് ഉല്ലാസ സൗകര്യങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. കുതിരപ്പന്തയവും കാർ, ബൈക്ക് റേസിങ്ങുകളുമൊക്കെ സംഘടിപ്പിച്ചു. തേയില കൃഷി വളർച്ച പ്രാപിച്ചതോടെ തേയില ചുമക്കുന്നതിന് മനുഷ്യനും കന്നുകാലികളും മതിയാകാതെ വന്നു. അത് പരിഹരിക്കാനാണ് സായിപ്പ് സംസ്ഥാനത്തെ ആദ്യ റെയിൽ പാത മൂന്നാറിൽ സ്ഥാപിച്ചത്. മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടി, കുണ്ടള വഴി തമിഴ്നാട്ടിലെ തേനി ജില്ലയുടെ അതിർത്തി വരെയായിരുന്നു ഈ പാത. തേയിലച്ചാക്കുകൾ നിറച്ച കൽക്കരി വണ്ടി 1902 മൂന്നാറിൽ സർവീസ് ആരംഭിച്ചത്. രാജ്യത്തെ ആദ്യ റെയിൽ പാതകളിലൊന്നായിരുന്നു മൂന്നാറിലെ കുണ്ടളവാലി റെയിൽവേ. ഇന്നത്തെ തേനി ജില്ലയിലെ ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് റോപ്പ് വേയിലൂടെ ബോഡിയിലെത്തിക്കുന്ന തേയില തൂത്തുക്കുടി തുറമുഖം വഴി ഇംഗ്ലണ്ടിൽ എത്തിച്ചിരുന്നു. തേയില വ്യവസായം നല്ല രീതിയിൽ നടക്കുന്ന സമയത്താണ് 1924 വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. 1924 ജൂലൈയിലാണ് പഴമക്കാർ 99 വെള്ളപ്പൊക്കം എന്ന് വിളിക്കുന്ന പ്രകൃതി ദുരന്തം ഉണ്ടായത്. 9 രാവും പകലും നീണ്ടുനിന്ന മഴ മൂന്നാർ പട്ടണത്തെ ഇല്ലാതാക്കി. റെയിൽവേ സ്റ്റേഷൻ, റെയിൽ പാളങ്ങൾ, റോപ്പ് വേ, വൈദ്യുതി, വീതിയേറിയ റോഡുകൾ, വിദ്യാലയങ്ങൾ, ആശുപത്രികൾ എന്നിവയെല്ലാം വെള്ളപ്പൊക്കത്തിൽ തുടച്ചു നീക്കപ്പെട്ടു. 100-ലധികം ആളുകളാണ് അന്ന് കൊല്ലപ്പെട്ടത്. പിന്നീട് 1972 ഇടുക്കി ജില്ല രൂപീകൃതമായിട്ടും മൂന്നാറിന്റെ സാധ്യതകൾ ആരും കണ്ടെത്തിയിട്ടില്ല. ഒരു വ്യാഴവട്ട കാലത്തിന് ശേഷം 1984 രാജമല മുഴുവൻ നീലക്കുറിഞ്ഞി പൂക്കളാൽ നിറഞ്ഞു. അന്ന് തൊട്ട് മൂന്നാറിനെ പുറം ലോകമറിഞ്ഞു. പൂക്കാലം കാണാതെത്തിയവരല്ല മൂന്നാറിന്റെ സൗന്ദര്യത്തെ പാടിപ്പുകഴ്ത്തി. വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിൽ ലോക പ്രശസ്തമാകാൻ പിന്നെയും നാളുകളെടുത്തു. രാജമല കേന്ദ്രീകരിച്ച് ഇരവികുളം നാഷണൽ പാർക്ക് വന്നു. അവിടെ മൂന്നാറിന്റെ മുഖമുദ്രയായ വരയാടുകൾ വംശവർധന നടത്തി. മാട്ടുപ്പെട്ടി, കുണ്ടള അണക്കെട്ടുകളിൽ ബോട്ടിംഗ് വന്നതോടുകൂടി സഞ്ചാരികൾ ഒഴുകിയെത്തി. താപനില -6 വരെ എത്തുന്ന കുളിരുള്ള കാലാവസ്ഥയും തേയിലക്കാടുകളുടെ വശ്യതയും സഞ്ചാരികൾക്ക് സ്വർഗം പോലൊരു ലോകമാണ് സമ്മാനിക്കുന്നത്. സീസൺ സമയങ്ങളിൽ ദിവസവും വിദേശികളും സ്വദേശികളുമായ ആയിരക്കണക്കിന് സഞ്ചാരികളാണ് മൂന്നാർ സന്ദർശിക്കുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ 100 വർഷം പിന്നിലാണ് മൂന്നാർ ഇപ്പോഴും. വീതിയുള്ള റോഡുകൾ, ശൗചാലയങ്ങൾ, പാർക്കിംഗ് സൗകര്യങ്ങൾ, ചികിത്സാ സൗകര്യം തുടങ്ങിയ കാര്യങ്ങൾ മൂന്നാറിൽ ഇന്നും അന്യമാണ്. ടൗണിലൊരു ഫ്ലൈ ഓവർ അത്യാവശ്യമാണ്. സമീപ പ്രദേശങ്ങളായ ദേവികുളവും വട്ടവടയും മനോഹരമാണ്.
അവിടെയും അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാം കുറവാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.